പാക് അധീന കശ്മീരിൽ എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് POKയിൽ അരാജകത്വം പോലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പണപ്പെരുപ്പവും രാഷ്ട്രീയ അസംതൃപ്തിയും സംബന്ധിച്ച വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി POKയിൽ കനത്ത പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. സാമ്പത്തിക ആശ്വാസവും രാഷ്ട്രീയ പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ ബാനറിൽ ഒരു റാലി നടത്തുന്നു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാഗികമായി ഇപ്പോൾ POKയിൽ വൈദ്യുതി നിലച്ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും പണപ്പെരുപ്പത്തിനും രാഷ്ട്രീയ അതൃപ്തിക്കുമെതിരെ പാക് അധീന കശ്മീരിൽ ഇപ്പോൾ പുതിയ കലാപത്തിൻ്റെ ശബ്ദങ്ങളാണ് ഉയർന്നു വരുന്നത്. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. മാവിൻ്റെയും വൈദ്യുതിയുടെയും വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് AAC എന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനു പുറമെ പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി നീക്കിവച്ചിരിക്കുന്ന 12 നിയമസഭാ സീറ്റുകൾ റദ്ദാക്കണമെന്നും പാക് അധീന കശ്മീരിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പാക് സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രദേശം വിഭവങ്ങളാൽ സമ്പന്നമാണ്. മംഗള അണക്കെട്ട് പോലുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഇവിടെ താമസിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി നിരക്കും പണപ്പെരുപ്പവും നേരിടുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാധാരണക്കാരും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങൾ POKയിൽ നിന്ന് പുറത്തു വരികയാണ്. പാകിസ്ഥാൻ സൈന്യം അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 10 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. ബാഗ് ജില്ലയിലെ ദിർക്കോട്ടിൽ 4 പ്രതിഷേധക്കാർ വെടിയേറ്റു മരിച്ചു. കൊഹാലയ്ക്കടുത്തുള്ള മുസാഫാബാദ്, ദദ്യാൽ, ചമ്യതി എന്നിവിടങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. കല്ലെറിഞ്ഞ പ്രതിഷേധക്കാർക്ക് നേരെയാണ് അവിടെ വെടിവയ്പുണ്ടായത്. POKയുടെ പ്രതിഷേധങ്ങൾ തദ്ദേശവാസികളിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. കാരണം പ്രതിഷേധക്കാരുടെ ശബ്ദം അടിച്ചമർത്തുന്നതിനായി അധികാരികൾ ഇൻ്റർനെറ്റും മൊബൈൽ സേവനങ്ങളും വൈദ്യുതിയും ഇപ്പോൾ ഭാഗികമായി വിച്ഛേദിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.